ദൈവം സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കാനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയും. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, നീ തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ സ്തുതിക്കുന്നു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും നിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഞങ്ങൾ താഴ്മയോടെ കർത്താവേ സ്നേഹത്തോടെ തന്നെ ആയിരിക്കുന്നു. കർത്താവേ, നടത്തിയതിനായിട്ടെല്ലാം നന്ദി പറയുന്നു. തുടർന്നും കർത്താവ് എൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, നീ തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന വചനങ്ങളൊക്കെയും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റിയാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ സിനിമർ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചു, നമ്മളത് കേട്ടു. അതിനുശേഷം അതിനകത്ത് സഹോദരൻ സംസാരിച്ച യെശയ്യാവ് 11:2 ഒന്നുകൂടെ എന്നെ ചിന്തിപ്പിക്കുവാൻ അപ്പം മുതലേ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. സഹോദരൻ വളരെ ആഴത്തിൽ തന്നെ നമ്മളോട് ഭക്തിയെക്കുറിച്ചും അതിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയെല്ലാം നമ്മൾ കേട്ടു. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. അത് യെശയ്യാവ് 11:2 അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. ഞാനിതിങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഇത് എന്തിനെക്കുറിച്ചാണെന്നുള്ള ഒരു കാര്യം, ആരെക്കുറിച്ചാണ് ഈ പറയുന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. എന്നോട് വളരെ ഇടപെട്ട ഒരു കാര്യം, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അതിനെ വളരെ ടച്ച് ചെയ്തൊരു കാര്യം, ആത്മാവ് എന്നുള്ള കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് അതിനകത്ത് ഓരോ എഴുതിയിരിക്കുന്ന കാര്യം ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയും യുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് ആ ഒരു ഇത്, അതായത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിരന്തരമായ ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം, അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നത് ആ പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത്, ഇപ്പം നമുക്കറിയാം, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകം ഈ രാഷ്ട്രീയക്കാരൊക്കെ വളരെ ഈ MK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളൊക്കെ എനിക്കറിയാം, പുള്ളിയുടെ ഈ ബൈബിളിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ മിനിസ്റ്ററാണ് മറ്റേ KM മാണി, അതുപോലെ തന്നെ PD സതീശൻ, ഇവരൊക്കെ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ ആണ്. വളരെ പുള്ളി സ്നേഹത്തിൻ്റെയും അവർ നിൽക്കുന്ന തലം നമുക്കറിയാം, പക്ഷേ അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എത്ര ഇതായിട്ട് അവർ സ്നേഹത്തെക്കുറിച്ചും ബൈബിളിനെ പറ്റി ഓരോ വാക്യങ്ങളൊക്കെ എടുത്താണ് അവർ പറയുന്നത്. അപ്പം നമ്മളും ഇതേ അവസ്ഥയിൽ ഇവിടെ ആയിരിക്കുന്നു. പക്ഷേ ഈ രണ്ടും രണ്ട് കാര്യമാണ്. അവരൊന്ന് സംസാരിക്കുന്നത് അവരുടെ ജ്ഞാനം കൊണ്ട്, അവർ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്കറിയാം. അവർ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ അവർക്കിത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയും. അത് നോർമലി തിയോളജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ വചനം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇത് രണ്ട് തരത്തിൽ സംസാരിക്കാം. ഒന്ന്, നമ്മളിത് പഠിച്ചിട്ട് ഇതിൻ്റെ വാക്യങ്ങളും കുറിവാക്യങ്ങളൊക്കെ കൂട്ടി നമുക്ക് ഇതിനെപ്പറ്റി നല്ലൊരു എന്താണ് പറയേണ്ടത്, ഒരു പ്രബന്ധം പോലെ നമുക്ക് ചില നല്ല നല്ല അനുയോജ്യമായ വാക്കുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ പല ഏടുകളും നമുക്ക് സംസാരിക്കാൻ കഴിയും. നമുക്കതിന് പറഞ്ഞ് അത് മനസ്സിലാക്കാനും പ്രതിഫലിപ്പിക്കാനും കുറച്ച് ഈ ലോകത്തിൻ്റേതായ ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിയിട്ട് നമുക്കത് വളരെ വ്യക്തമാക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ ഞാനിത് കണ്ടത്, ഇതിന് താഴോട്ട് എഴുതിയിരിക്കുന്നത്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പം ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിതിനു മുമ്പും കൊരിന്ത്യരിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പം ആ പരിജ്ഞാനം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള അറിവിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ അത് മനസ്സിലാക്കിയത്, ദൈവനെ മനസ്സിലാക്കി തന്നത്, ശരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ അത് ലൈവായി തീർന്നതിന് ശേഷം അത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായി, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ നടന്നിട്ട് പറയുമ്പോൾ, അത് നമ്മുടെ ജീവനായി തീരുമ്പോൾ, നമ്മളത് പറയുമ്പോൾ അത് പരിജ്ഞാനത്തോടു കൂടി, കാരണം ഞാൻ അത് അനുഭവിച്ചറിയുന്നു, അല്ലെങ്കിൽ ഞാൻ അതിലൂടെ നടക്കുന്നു, ആ കാര്യം നമുക്ക് നടക്കാൻ കഴിയും. അതുതന്നെയാണ് കർത്താവും ഇവിടെ
പറയുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ മേൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അതുതന്നെയാണ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ നമുക്ക് ലഭിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൊബൈലുണ്ടെങ്കിൽ ഈ മൊബൈലിനകത്ത് നെറ്റ്വർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് വൈഫൈ വേണം. നമുക്ക് നോർമലായിട്ടൊരു മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ കലണ്ടർ നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വൈഫൈയുടെ ആവശ്യമോ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, അതിനകത്ത് ഫീഡ് വെച്ചിരിക്കുന്ന കാര്യം. അതേ സമയത്ത് നമ്മൾ അതിനപ്പുറമായിട്ട് ഒരു കണക്ഷൻ, ഒരു വൈഫൈ ത്രൂ വരുവാണെങ്കിൽ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ന്യൂസുകളും കാര്യങ്ങളെല്ലാം നമുക്കത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ശരിക്കും നമുക്ക് കർത്താവുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? ആ ആത്മാവുമായിട്ട് നിരന്തരമായിട്ട് ബന്ധിച്ചുകൊണ്ടുള്ള ഒരു ലൈഫ് നമ്മുടെ മുമ്പോട്ട് നടക്കുന്ന ജീവിതത്തിനകത്ത് നമുക്ക് എത്ര പേർക്കുണ്ട് എന്നുള്ളൊരു കാര്യം അതിനെ വളരെ ചിന്തിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു നിരന്തരമായിട്ട് കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ, കർത്താവ് നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ വചനം വായിക്കുമ്പോഴാണേലും നമുക്കല്ലാതെയും വായിക്കാൻ കഴിയും. നമുക്ക് അല്ലാതെയും വചനം വായിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വായിക്കാം. നമ്മൾ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പോലെ നമുക്കിത് വായിക്കാം. പക്ഷേ കർത്താവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, ആ കർത്താവുമായിട്ടുള്ളൊരു കണക്ഷനിൽ നമ്മളിത് വായിക്കുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം കർത്താവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയും അത് നമ്മൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമുക്കറിയാം, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ പഴയ ഒരവസ്ഥയിൽ നിന്നും കർത്താവിൻ്റെ അതായത് കർത്താവ് നമ്മളെ വീണ്ടും വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലാക്കി ഒരു മാനസാന്തരം തന്നു. കർത്താവിൻ്റെ ആത്മാവിനാലാണ് നമ്മൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വചനങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനങ്ങളും വിവേകങ്ങളും, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്രമാത്രം നമ്മൾ കർത്താവിനോട് അടുത്ത് ചെല്ലുന്നോ, നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അത് ചെയ്യുന്നവരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കർത്താവ് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കർത്താവാണ്. അത് നമ്മൾക്ക് അവിടുന്ന് മാറി നിൽക്കാം. നമുക്കിത് കേട്ടിട്ട് അത് ബുദ്ധിയിൽ ഗ്രഹിച്ചതിന് ശേഷം ഇതങ്ങനെയൊക്കെയാണ്, ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കിരിക്കാം. പക്ഷേ അത് ബുദ്ധിയുടെ താഴത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് ഇറങ്ങുകയും അത് നമ്മുടെ പ്രവർത്തനത്തിൽ, അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരുടെ അടുക്കലും നമ്മൾ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ ഓരോരുത്തരുടെ ഇടയിലും നമ്മളായിരിക്കുമ്പോൾ ശരിയായിട്ടും നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിനൊത്ത് നമുക്ക് അവരോട് സംസാരിപ്പാൻ, നമുക്ക് അവരോട് ഇടപെടുവാൻ, കാര്യങ്ങളെ കാണുമ്പോൾ, പ്രത്യേക പാപം കാണുമ്പോൾ അവിടെ പോരാടി നിൽക്കുവാൻ ഒക്കെയും ശക്തി തരുന്നത് നമ്മൾ ഈ വചനം നമ്മൾ കുറേശ്ശെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതിനനുസരിച്ചാണ്. അതായത് കൊരിന്ത്യർ 1 കൊരിന്ത്യർ 12 നമുക്കെടുക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നു, അതിൻ്റെ 12:7 മുതൽ ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അതിൻ്റെ താഴത്തെ പ്രത്യേകമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, നമ്മളിതിനു മുമ്പും പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. അതായത് ഞാനത് ചിന്തിക്കുകയായിരുന്നു, എത്രമാത്രം ജ്ഞാനവും പരിജ്ഞാനവും, അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അത് പരിജ്ഞാനമായി തീരുവാൻ എത്രമാത്രം നമുക്ക് ആ കാര്യത്തിനകത്ത് നമ്മുടെ ലൈഫിൽ ആ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള ഒരു കാര്യം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അത് ലൈഫായി തീരുന്നുണ്ടോ? അതോ ആ ലൈഫായി തീരുമ്പോഴാണ് ഇതെപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് കേട്ടു, ഫാമിലി ലൈഫിനെ പറ്റി കേട്ടു, സഭയെപ്പറ്റി കേൾക്കുന്നു. നമ്മൾ പറയുന്നു കയ്പായിരിക്കരുത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കഠിനമായിട്ട് ഇരിക്കരുത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിളായി പറഞ്ഞാൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയോട് നമ്മൾ കയ്പായിട്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് കയ്പായിട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത്, അനുദിന ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു അവസ്ഥകളാണ്. ഈ അവസ്ഥയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് മാറ്റം വരുത്തുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് സംസാരിക്കുകയും നമ്മളെ മാറ്റത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, വരുന്നു. പക്ഷേ എത്രമാത്രം നമുക്ക് ഈ വചനം നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിനകത്ത് ആ വളർച്ചയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളിത് വളർച്ചയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്.
കാരണം ഇത് വളർച്ചയെ കാണിക്കുക എന്ന് പറയുമ്പം നമുക്കിവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തോട് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളർച്ചയെ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ അത് പ്രതിഫലിക്കും, സഭയിൽ അത് പ്രതിഫലിക്കും. നമ്മൾ ഈ കൂടിയിരിക്കുന്നിടത്ത് ആ കേൾക്കുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് കുത്തുകൊള്ളുകയും അത് നമ്മളെ തകർക്കുകയും എവിടെയാണ് നമ്മുടെ മാനസാന്തരത്തിന് ഇടം ആവശ്യമുള്ളത് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയും അവിടെ നമ്മളെ ശരിക്കും അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ നാവെടുത്ത് നമ്മൾ സംസാരിക്കും, അല്ലേ? പാവത്തെ നമ്മൾ ഏറ്റുപറയും. ആ പാവത്തെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവൻ്റെ പുതുവഴിയിലൂടെ നടക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ഒരു കാര്യം നിരന്തരം നടക്കുമ്പോഴാണ് നമുക്ക് ആ വളർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിവിടെ വന്ന് നമുക്ക് ഉത്സാഹമാണ്, എല്ലാവരും വരുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഉത്സാഹമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു നമ്മൾ നാൾ സമീപിക്കും തോറും ഇത് അനുദിനം നമ്മുടെ ജീവിതത്തിനകത്ത് വർദ്ധിച്ചു വരുന്നു. അതോ ഇത് കേട്ടിട്ട് നമ്മുടെ തലയിൽ ഇതെല്ലാം എന്താ പറയേണ്ടേ, ഇതിനെ സംഹരിച്ച് വെൽക്കുന്നതേ ഉള്ളൂ, അതോ അത് നമ്മുടെ ജീവിതത്തിന് ലൈവായി തീരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ആണ് ഞാൻ ചിന്തിച്ചത്. അതുപോലെ തന്നെ എബ്രായർ 9:14 ഒന്ന് നമുക്ക് വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ കുരിശുമരണത്തോടുള്ള ബന്ധത്തിലും രക്തത്തോടുള്ള ബന്ധത്തിലൂടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പം അത് തന്നെ വളരെ ഇതിനോട് കൂട്ടി ചോദിച്ച് ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. നിത്യാത്മാവിനാൽ, അതായത് നിത്യാത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത്, ദൈവം എന്നെ മനസ്സിലാക്കി, ഞാൻ കുറച്ച് നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. നിത്യാത്മാവെന്ന് പറയുമ്പോൾ ശരിക്കും ആ പരിശുദ്ധാത്മാവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ്. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ചെയ്തൊരു കാര്യമാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു കാര്യമാണ്. അത് കർത്താവ് ചെയ്തതുപോലെ തന്നെ അത് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി. നിർജ്ജീവ പ്രവൃത്തികളെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെതായ, അതായത് പാവം, ഞാൻ വിചാരിക്കുന്നത് പാവം തന്നെയാണ്. പാവം അല്ലെങ്കിൽ നിർജ്ജീവമായ കാര്യങ്ങൾ, കർത്താവിൻ്റെ വചനത്തിനും വിരുദ്ധമായ വരുന്ന എല്ലാ കാര്യങ്ങളും പാവമാണ്. അപ്പം അങ്ങനെ ഈ ഉള്ള നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ഈ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു രക്തമാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള ആ ഒരു കാര്യം, അതായത് ക്രിസ്തുവിൻ്റെ രക്തം. അപ്പം അത് അങ്ങനെ കർത്താവ് ചെയ്തിരിക്കുന്നത് നിത്യ ആത്മാവിനാലാണ്. അപ്പം ഞാനത് പൂർണ്ണമായിട്ടും ഇത് എന്നോട് ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. ആ ഒരു ആത്മാവിനാൽ, അതായത് നമുക്കെല്ലാം തീർച്ചയായിട്ടും ദൈവം തന്നിരിക്കുന്ന നിത്യ ആത്മാവിനാൽ, പക്ഷേ ആ നിത്യ ആത്മാവിനാൽ നമ്മൾ ഈ ലോകത്തിലെ നിർജ്ജീവ പ്രവൃത്തികളെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുദിനം ഈ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊരു വിടുതലുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു, നമ്മൾ വചനം കേൾക്കുന്നു, ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു കഴുകൽ യഥാർത്ഥമായിട്ട് റിയലായിട്ടുണ്ടോ, അതോ നമ്മളിപ്പോഴും ഇപ്പം നമ്മൾ കേട്ടു ഉണങ്ങി ഇരിക്കുന്ന ഒരവസ്ഥ ആണോ, അതോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു എന്താ പറയണ്ടേ, ഇവിടെ വന്നു ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പം ശരിക്കും ഒരു ജീവനില്ലാത്ത അവസ്ഥ. അതാണ് ദൈവം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ തന്നെ ഓർപ്പിക്കുന്നു, ജീവനില്ലാത്ത അവസ്ഥയിലാണോ നമ്മളിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നത് ജീവനുള്ള അവസ്ഥയിലേക്ക് വരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളിവിടെ കടന്നു വരുമ്പം ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഇന്ന് റിയലായിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ഇന്ന് നമ്മൾ രാവിലെ എല്ലാവരും എണീച്ച് കാണും. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇന്ന് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എണീച്ചിട്ടുണ്ട്. അപ്പം എണീച്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കറക്റ്റ് ഒരു 9:00 ആയപ്പോഴത്തേനും എല്ലാവർക്കും എത്താൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് എത്ര പേർക്ക്
ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സഭയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവേ, ഇന്ന് എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവേ, നിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എനിക്കും കാണണം. ഞാൻ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിക്കാൻ വേണ്ടി കടന്നു പോകുന്നു. എത്ര പേർക്കത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതോ ഞാനും കുറ്റം പറയുന്നതല്ല, നമ്മൾ എണ്ണിച്ച് ഒരുങ്ങി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ എല്ലാവരും ഇങ്ങനെ വൃത്തിയാൽ കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്നത് രാവിലെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എണ്ണിച്ച് വരുന്ന ആ ഒരവസ്ഥയാണോ? അതോ റിയലായിട്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് എത്ര പേർക്ക് ആ ഒരു യഥാർത്ഥമായിട്ടും കർത്താവേ, ഇന്ന് നിൻ്റെ സഭയിലേക്ക് ഞാൻ കടന്നു പോകുന്നു, അവിടെ കർത്താവേ നിൻ്റെ വചനമുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, ഇതെല്ലാം നിൻ്റെ നാമമഹത്വത്തിനായി തീരണം, എനിക്കും കർത്താവേ മാനസാന്തരത്തിന് എന്നെയും കർത്താവേ അതിലൂടെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിച്ചിട്ട് വരാൻ കഴിഞ്ഞു? നമ്മളെ തന്നെ ചിന്തിക്കേണ്ടേ സഹോദരന്മാരെ? നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം, നമുക്കെല്ലാം ഒരു മോമൂടി ഇട്ടിട്ടിരിക്കാൻ കഴിയും. അത് എനിക്കും അത് കഴിയും, എല്ലാവർക്കും കഴിയും. അത് നമ്മുടെ എല്ലാം ജന്മനാ ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയണം. ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ആയിരിക്കുമ്പോൾ അവിടെ ഒന്നും മറയ്ക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ, പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നമുക്കത് അറിയാൻ കഴിയും. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ പാപത്തിലോട്ടാണ് പോകുന്നത്, അതോ ജീവനുള്ള ആ പുതുക്കത്തിൻ്റെ വഴിയിലോട്ടാണ് പോകുന്നത്, അതോ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വീണ്ടും കർത്താവെ തെറ്റി ഞാൻ മാനസാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ്, അതോ മനസ്സ് വീണ്ടും വീണ്ടും മരവിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണോ എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കാം. ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെയും എന്നെ തന്നെ താഴ്ത്തുവാൻ, എന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ. കാരണം ഞാൻ ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. നമ്മുടെ യെശയ്യാവിൽ പറഞ്ഞ കാര്യം, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. അതെ, നമ്മുടെ ഹൃദയത്തിനകത്ത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണം. നമുക്ക് ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം, നമ്മൾ പറഞ്ഞ പോലെ നമുക്കറിയാം, മൊബൈലിൽ ചില സമയങ്ങളിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങേ തലയിൽ നിന്ന് സംസാരിക്കുന്നവർ ഇങ്ങേ തലയിൽ കേൾക്കത്തില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയും നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്, കട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മളും കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ നെറ്റ്വർക്കിൽ തന്നെയാണോ, അതോ നമ്മൾ ആ പരിധിക്ക് പുറത്ത് പോകുന്നുണ്ടോ? കർത്താവിൽ നിന്ന് പരിധി വിട്ട് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അതിലേക്ക് പോകാനാണ് നമ്മുടെ ജഡം എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരിക്കലും ജഡം ആഗ്രഹിക്കത്തില്ല കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ പോകാൻ ജഡം ഒരു ആഗ്രഹിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അനുദിനം ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അതിലേക്ക് നടത്തും. നമ്മൾ എവിടെയായിരുന്നാലും അവിടെയൊക്കെയും ആ കർത്താവായിട്ടുള്ള കണക്ഷന് ഒരു ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരം ആ കർത്താവുമായിട്ട് പറ്റിച്ചേർന്ന് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, യെരമ്യാവിലാണെന്ന് തോന്നുന്നു പറയുന്നത്, കച്ചയുടെ കാര്യം പറയുന്നു. കച്ച ഊരി ഒരു പാറയുടെ വിടവിൽ കൊണ്ടുവെക്കാൻ പറയുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അത് ചെന്ന് നോക്കാൻ പറയുന്നു. അപ്പം അത് എടുത്ത് നോക്കുമ്പോൾ അതൊന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഞാനന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, അതോട് പറ്റിച്ചേരുന്ന ഒരവസ്ഥ, പറ്റിച്ചേർന്ന് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിതാവുമായിട്ട് കർത്താവുമായിട്ട് ചേർന്ന് നടക്കുവാൻ കഴിയും. അങ്ങനെ ചേർന്ന് നടക്കുവാൻ കഴിയത്തില്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോലും സംസാരിക്കുന്ന കാര്യം നമ്മൾ കേൾക്കണമെന്നില്ല. അതിൻ്റെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ ഗ്രഹിക്കത്തില്ല. അത് വെറും കേൾക്കുന്നു. വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആ കേട്ട വചനത്തോടുള്ള ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് റിയലായിട്ട് ഫലമായി തീരത്തില്ല. അത് ഫലമായി തീരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കർത്താവ് പിതാവുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം, ആ ആത്മാവിലുള്ള ഒരു ബന്ധം, ആ ഒരു ബന്ധം നമ്മളിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ യഥാർത്ഥമായിട്ടും ഉള്ള കർത്താവ് പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ ജീവനായി തീരത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.